ഉപ്പും മുളകും co-powered by Q Developers and 24news.com. വന്നാ കാര്യം പറഞ്ഞേക്കാം. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. അടിച്ചാ? ഞാൻ അടിക്കാനോ? ഇല്ല, ഞാൻ ഇവിടെ ഒച്ചയിട്ടിട്ട് വന്നാ. പിന്നെ അവള് പറഞ്ഞതാ നീ ഇവിടെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നു. ആ, എനിക്കറിയാമ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പിന്നെയും പറയാണ്, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. പുറത്തുപോയി നോക്ക്. ഭയങ്കര ദേഷ്യമായിരിക്കണല്ലോ. അച്ഛാ, അലീന ഫ്രാൻസിസ്. അയ്യോ, ഈ കൊച്ചിനെ വിളിച്ചോണ്ട് പറഞ്ഞേ? ഇതവൻ മനഃപൂർവ്വം പകരം വീട്ടിയത് അച്ഛാ. പകരം വേണ്ട അതിന്? അതൊക്കെ ഉണ്ട്, പിന്നെ പറഞ്ഞുതരാം. ഹായ് അങ്കിൾ, ലച്ചു ചേച്ചി. സുഖാണാ? പഠിത്തമൊക്കെ എങ്ങനെ പോണു? എല്ലാത്തിലും ഫസ്റ്റാ. മിടുക്കി. വാ ചെല്ല്, അതല്ല ഇങ്ങോട്ട് നില്ലടാ, ഇങ്ങോട്ട് വാടാ. നീ എന്തിനാ കൊച്ചിനെ കൊണ്ടുവന്നത്? എനിക്ക് എന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ടേ. അല്ല, ഇപ്പൊ തന്നെ വിളിച്ചോണ്ടേ? അല്ല അച്ഛാ, അവിടെ അമ്മയാണെങ്കിലേ വരാൻ താമസിക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അവിടെ അമ്മ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു. എന്തിന്? അച്ഛന് കൂടുതൽ വരെ അറിയണമെന്നുണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചു. എനിക്ക് വിശക്കുന്നു, ഞാൻ പോയല്ലോ തിന്നട്ടെ. അവളമ്മ എവിടെ പോയത്? എനിക്കെങ്ങനെ അറിയാം? എന്തോ ചോദിച്ചാ? എടി, ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയത് എവിടെ പോയത്. എന്നോട് ചോദിച്ചു. വൈകാണെങ്കിൽ മോളുടെ അപ്പം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഹോസ്പിറ്റലിൽ കിടക്കണേ? ആന്റിയാണോ? മോളെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ആണോ? ഇന്ന് രാവിലെ കൂടി പറഞ്ഞേ ഉള്ളൂ. എന്താ പറഞ്ഞേ? അലീന നല്ല കുട്ടിയാണ്, അലീന നല്ലോണം പഠിക്കും, അലീനെ കണ്ട് ഇവിടെ എല്ലാവരും പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. കേശു ശിവൻ പഠിക്കാതിരിക്കുമ്പോഴേ നമ്മൾ പറയും അലീനെ കണ്ടുപിടിക്കുന്നു പറയും. ഞാൻ പഠിക്കാതിരിക്കാറുമില്ല, അതുകൊണ്ട് ആരും എന്റെ അടുത്ത് പറയാറുമില്ല. രണ്ടുപേരുടെ അടുത്തും പറയാറുണ്ട്. ഓ, പറഞ്ഞോട്ടെ. താഴ്ത്തറ എന്റെ വീട്ടിലും പറയാറുണ്ട് എന്നെ കണ്ടുപിടിക്കാൻ. അല്ല, ശിവനെ കണ്ടുപിടിക്കാനാ. ഹലോ. മോളിവിടെ ഉണ്ട്. ഓ ശരി. അലീനയുടെ വീട്ടിൽ എന്നെ കുറിച്ചൊന്നും പറയാറില്ലേ? അയ്യോ, കണ്ടുപഠിക്കാൻ പറ്റിയ മുതൽ കേറി പോടാകത്ത്. എടാ കേശു, എന്തുകൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ പറയണെന്ന് അറിയോ? ഞാൻ നല്ലോണം പഠിക്കണോണ്ടാ, നിന്നെ പോലെ തല്ലിപ്പൊളി ആയതുകൊണ്ടല്ല. അതൊന്നുമല്ല, കേശുവിനെയും പറ്റിയും പറയാറുണ്ട്. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ എന്നെ കുറിച്ച് ഇവരുടെ വീട്ടിൽ പറയാറുണ്ടെന്ന്. എല്ലാത്തിനും സമാനമായല്ല. ഇവനെ പറ്റി എന്താ പറയാറ്? ഇവന്റെ കൂടെ നടന്നിട്ട് വൃത്തികേട് പഠിക്കില്ലെന്ന്. അച്ഛാ, അമ്മ, എനിക്ക് വിശക്കുന്ന വല്ലതും കഴിക്കാണ്ടൊക്കെ എടുത്തോണ്ട് വാ. എടാ, അന്ന് എനിക്ക് എപ്പോഴും തിന്നേനെ കാരണം മാത്രമല്ല. ഹേയ്, ഇവന് അങ്ങനെയൊന്നുമില്ല. പഠിക്കുന്ന കാര്യം വെച്ച് ബാക്കി എല്ലാത്തിലും ഭയങ്കര ഇൻട്രസ്റ്റാ. ചേച്ചി, അല്ലെങ്കിൽ നമുക്ക് എന്റെ റൂമിൽ പോവാം. എങ്ങനെ? റൂമാ? അതേത് റൂം? ഞാൻ കിടക്കുന്ന റൂം എന്റെ റൂം. ആഹാ, അങ്ങനെയൊന്നും ആരമ്മോന്റെ അടുത്ത് പറഞ്ഞേ? അല്ല, പിന്നെ ആ റൂം അത് എന്റെ റൂമാ. നിന്നെ കൂടി കടത്തിന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും കടത്താൻ പാടില്ലായിരുന്നു. അയ്യോ, അപ്പൊ കേശുവിന്റെ റൂം ഇല്ലേ? കേശുവിന് അങ്ങനെയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളും. കേശു എന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞേ? പിന്നെ കേശു എന്താ പറഞ്ഞേ? കേശു പറഞ്ഞ എനിക്ക് ഒരു ഒറ്റയ്ക്ക് റൂം ഉണ്ടെന്ന്. ഇവനാ കള്ളം പറഞ്ഞതാ. ചേച്ചി, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാം. ചേച്ചി,
വലിയ പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കില്ലെന്ന് പറഞ്ഞിട്ടേ. എടീന്നാ നീ അകത്തോട്ട് പോട്ടെ, ഞാൻ കാണിച്ചു തരാം. ചേച്ചി പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കളിയാക്കല്ലേ. ഇപ്പൊ ചേച്ചി എന്നെ കളിയാക്കിയ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നെ ഡബിൾ ചെയ്യാൻ വരും. എടാ നീ അനുഭവിക്കണം, കാരണം നിനക്കേ ജാട കുറച്ച് കൂടുതലാ. ചേച്ചി പ്ലീസ് പ്ലീസ്. ശരി വാ നോക്കാം. കാണിച്ചു. എന്തിന്? വെറുതെ ഒരു രസത്തിന്. അത്രക്ക് രസിക്കാൻ പാകത്തിന് അവിടെ ഒന്നുമില്ല. അവൻ പറഞ്ഞാലോ ബുക്സ് ഭയങ്കര ഒതുക്കി ഭംഗിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. ആരുടെ ബുക്സ്? ശിവന്റെ. വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരോ? അതിനിപ്പോ എന്താ കാണിച്ചു തരാലോ. കേശു മോനെ, ഇപ്പൊ അവര് തമ്മിൽ കമ്പനി ആയിട്ടാ. അതിന് സാധ്യതയില്ല. നിനക്കുള്ള പണി ഇനി ശിവ നേരിട്ട് അങ്ങ് തന്നോളും. അവര് ഫ്രണ്ട്സായ പ്രശ്നമാണല്ല. എന്ത് പ്രശ്നം? അല്ല, ഞാൻ അലീൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല അവള് പൊളിക്കും. അപ്പൊ നീ അലീൻ്റെ അടുത്ത് കൊറേ കള്ളത്തിനൊക്കെ പറഞ്ഞിട്ടാ? അല്ല, അത്ര ആളൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചേച്ചി വന്നേ കുറച്ച് പണിയുണ്ട്. വാ, അവരൊന്നിക്കിട്ട് വാ. രണ്ടും കൂടെ എന്തോന്ന് പരിപാടി? എന്തെങ്കിലും പറഞ്ഞ കൊച്ചിനെ ഇവിടുന്ന് ഓട്ടിക്കാനാണെങ്കിൽ രണ്ടും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അച്ഛാ അതൊന്നുമല്ല. ശിവയാണെങ്കിൽ അലീനെ വിളിച്ചോണ്ട് റൂമിനകത്ത് കയറിയിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങൾ നോക്കുന്നത്? എന്തിനായിരിക്കും അച്ഛൻ നിറച്ചും കളത്തിലച്ഛ കേശു അലീൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ. ചുമ്മാ വട്ട് ചുമ്മാ പറഞ്ഞാൽ കൊള്ളാം. എന്റെ വിലയാളല്ലേ ഞങ്ങളതല്ല. അതിനെ ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. അതിന്റെ വീട്ടിൽ എപ്പോഴും എന്നെ പറ്റി പറയുന്നു പറഞ്ഞില്ലേ, അത് സത്യമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചാ? അല്ല, കേട്ടപ്പോഴും സുഖം, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ വീട്ടിൽ എപ്പോഴും പറയാനുണ്ട് ശിവനെ കണ്ടുപിടിന്ന്. അപ്പൊ നിന്റെ വീട്ടിൽ ഞാൻ അത്രയ്ക്ക് സ്റ്റാറാ? പക്ഷെ എനിക്കത് കേട്ടിട്ട് ദേഷ്യം വരും. അപ്പൊ എനിക്ക് എന്റെ അടുത്ത ദേഷ്യ എന്നെ ഒരു ഇഷ്ടമല്ല. എനിക്കിഷ്ടാ, പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ആരും പറഞ്ഞ ഇഷ്ടമല്ലാന്ന്. എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ നീയും കേശും കൂടി ചോർന്നതിന് കളിയാക്കില്ലേ, അപ്പോഴല്ലേ എനിക്ക് ദേഷ്യം വരാം. സോറി, ഇനി മുതൽ അങ്ങനെ ഞാൻ ചെയ്തില്ല കേട്ടോ. ഓക്കെ, സോറി. ഫ്രണ്ട്സ്, നിന്റെ ടെഡിബേർ എവിടെ? എനിക്ക് മംഗളത്ത് വാങ്ങിക്കണം. ടെഡിബേർ ഞാൻ രാവിലെ പോയപ്പോ ഇവിടെ ഇട്ടിട്ട് പോയതായിരുന്നല്ലോ. കേശു എന്റെ ടെഡിബേറിനെ കണ്ടായിരുന്നോ? ഇപ്പൊ എന്റെ പോക്കറ്റിൽ ചാടിപ്പോയത്. എടാ കേശു, ഇതെന്തൊരു വളുപ്പ് ജോക്കാ. ചേച്ചി ഇതൊക്കെ എങ്ങനെയാ സഹിക്കണേ? അനിയനായി പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ. എടാ കേശു, എന്റെ മാനങ്ങളെ നീ അപ്പുറത്തെങ്ങനെ പോയിരുന്നേ? എന്റെ ടെഡിബേർ ഇവിടെ അല്ലേ? നിന്റെ ലാപ്ടോപ്പ് എവിടെയാ? ലാപ്ടോപ്പാ? ഏത് ലാപ്ടോപ്പ്? ആ ലാപ്ടോപ്പ് അത് വിഷ്ണുചേട്ടൻ കൊണ്ടേക്ക. അല്ല, വിഷ്ണുചേട്ടനെ കിഷുവിനെ വേറെ ലാപ്ടോപ്പ് ഉണ്ട് അവന് പറഞ്ഞല്ലോ. വേറെ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പൊ വിഷ്ണുചേട്ടന്റെ ലാപ്ടോപ്പ് സർവീസിന് എടുത്തേക്ക, അതുകൊണ്ട് ഇവന്റെ ലാപ്ടോപ്പ് കൊണ്ടുപോയി. ആണോ? ഇനി മോളുടെ വിശേഷം പറ. നല്ലതാ, വേറെ ഒന്നുമില്ല. അയ്യോ, ശിവ എവിടെ പോയതോ? ആ ടെഡിബേറും തപ്പി അങ്ങോട്ടോ പോയിട്ടുണ്ട്. എന്നാ ഞാനും പോവാ. കള്ള, നിനക്ക് എവിടെയാണ് ലാപ്ടോപ്പ് ഉള്ളേ? അല്ല അതിപ്പം ചേച്ചി ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് അവളെടുത്ത് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പൊ ഷൈൻ ചെയ്യാൻ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോ എനിക്ക് ഓർമ്മയില്ല ചേച്ചി. ഇനി എന്നെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മയില്ല. ചിലപ്പോ ഇതുപോലെ ഇതെല്ലാം ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ടൊന്നും വയ്യ കള്ളം പറയാ. ചേച്ചി എങ്ങോട്ടേലും പോ. കപ്പ പുഴുകു ഒരു കാന്തര മുളകും ഉള്ളിയും കൂടെ ഉടച്ച് ചമ്മന്തി ഉണ്ടാക്കി പിള്ളേരെ കൂടെ കഴിക്കട്ടെ. ഈ പിള്ളേർക്ക് കപ്പ കൊടുക്കാനാ? എന്റെ കഴിക്കൂലേ? നമ്മുടെ പിള്ളേര് കഴിക്കും, പക്ഷെ മറ്റേ കുട്ടി കഴിക്കുമോ അതൊക്കെ? അയ്യോ, ഇപ്പൊ വലിയ ഹൈ ക്ലാസ് ആൾക്കാർ വരെ കപ്പയും മുളക് ഉടച്ചതും കഴിക്കും. വേൾഡ് വൈഡ് ടേസ്റ്റി ഫുഡാണിത്. 5 സ്റ്റാർ ഹോട്ടലിലെ ഡിഷാണ് ഇപ്പം ഇത്. എന്ത് പറഞ്ഞാലും അതിന് ന്യായം കണ്ടെത്തിക്കോടുമല്ലോ. നിന്റെ ടെഡിബേർ ഇവിടെയാണ് വെക്കണേ. ഇവിടെ പിന്നെ എന്ത് സാധനം എവിടെ വേണമെങ്കിലും ഇരിക്കുമല്ലോ. ഇവിടെ പിന്നെ എന്ത് സാധനം എവിടെ വേണമെങ്കിലും ഇരിക്കും. ഒരിക്കൽ ഓഫീസിലെ ഫയലോട്ട് വന്നേ മോളെ ഫ്രിഡ്ജിനകത്തോണ്ട് വെച്ചു. അതാണ് അവള്. അയ്യോ, അത് അന്നത്തെ ടെൻഷൻ കൊണ്ട് പറ്റി പോയതല്ലേ. ആ ശിവ
എന്താണ് എടി നീ എന്തോ ഇത് എത്ര അത്യാവശ്യം നിനക്ക്? എന്തിനാ ഇപ്പൊ നിനക്ക് ടെഡി ബെയർ? എന്റെ അമ്മ ഇത് കണ്ടുപിടിച്ചിട്ട് വേണം അലീനെ എനിക്കും കൂടി ഇരുന്ന് കളിക്കാൻ. കണ്ട മകളെ, നിങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറിയാ? ആ പിണക്കെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുമ്മളര് എത്രയേ ഉള്ളൂ, തൊട്ട അവിടെ പോട്ട്. ഇവിടെയൊക്കെ തപ്പണ ഭഗവാൻ. ഇവിടെ കാണണ്ട. കണ്ടിനെ എണീച്ച് പോ, മതി തപ്പിയത് പോ. വേറെ എവിടെ നോക്ക്. ശിവ അതെടുത്ത് വെച്ചിട്ട് പോ. അമ്മനെ എടുത്തു വെച്ചാൽ മതി, ഞാൻ തപ്പട്ടെ. അച്ഛാ കാണുകയാണെങ്കിൽ ഒന്ന് പറയണേ. അല്ല കാണുകയാണെങ്കിൽ ഒന്ന് പറയണേ. അച്ഛൻ കുറച്ചകത്ത് എന്തോ പറഞ്ഞല്ലോ പടക്കത്തെ പറ്റി. എന്തോ പറഞ്ഞില്ലേ പടക്കത്തെ പറ്റി? കുമ്മളര് ആയിസുള്ള തൊട്ടാ പൊട്ടോന്ന്. അപ്പൊ പിന്നെ ഉണ്ടോ? അത്രേ ഉള്ളൂ. ഇത് പറയണ വീണ്ടും ചോദിച്ചല്ലേ? അല്ല ഒരു കൗണ്ട് അടിക്കണ്ട ചോദിച്ചാ. എന്നാലും ആ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നല്ലേ. അത് വാശിക്ക് എന്നതാ. ഇന്നാളൊരു ദിവസം മറ്റേ അലീനയുടെ അമ്മയും കൂടി വരണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവരെല്ലാരും കൂടി പാര വെച്ചല്ലോ അവര്. ആ ദേഷ്യത്തിന് എതിരായിരിക്കും. അവസരം നോക്കി നിന്ന്. എന്താടാ അവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ടെഡി ബെയർ തിരക്കി വന്നതാ. ആണോ? എന്താ ഒരു മുഖത്തൊരു കള ലക്ഷണം? ഒന്നുമില്ല. എന്താ ഉണ്ടല്ലേ? ഒന്നുമില്ല. നീ പണ്ടേ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൊച്ചിനെ കൂടെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ വഴക്ക് പറഞ്ഞില്ലേ? പാടി വിടുന്നത് നമ്മുടെ കൊച്ചു കുട്ടിയല്ലേ, മഞ്ജു നേരം എൻ്റെ പേര്. അയ്യോ ഞാൻ മാങ്ങ ഉറച്ചു കൊടുക്കും, പേരയ്ക്ക ഉറച്ചു കൊടുക്കും, എന്തൊക്കെ കഴിക്കാൻ കൊടുക്കുമായിരുന്നു അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യമാടി ഭയങ്കര ഇഷ്ടം. ആ വഴി എങ്ങനെ പോയാൽ മതിയായിരുന്നു. പടവല വീടും കാണണ്ട, പാവയ്ക്ക കൊട്ടാരം കാണണ്ട, മത്തങ്ങ മുഖവും കാണണ്ട. അയ്യോ എന്താ കാണാനില്ല. ശിവ ഒന്ന് പോയ ശിവ എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടാ. എന്താ അമ്മ എന്ത് പെട്ടെന്നടി എന്റെ കൊച്ചിന് അലീനുള്ള ദേഷ്യം മാറിയത്. എന്റെ അതേ സ്വഭാവമാണ്, ആരുടെ ദേഷ്യം മനസ്സിൽ നിൽക്കൂല. ടെഡി ബെയർ ഇറക്കി തന്നെ ആണോ? എന്തടേ നീ കുറെ നേരം കൂടെ ചുറ്റിക്കറണം, എന്തോ ഉണ്ടല്ലേ? അല്ല ഒന്നുമില്ല, അവള് കൊറേ നേരമായില്ലേ ടെഡി ബെയർ തപ്പാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ ഇന്നും തപ്പിക്കൊടു. എന്തോന്ന് പുഴുങ്ങിയില്ലേ ഇതുവരെ? പുഴുങ്ങ വെട്ടിപ്പുഴുങ്ങണ്ടേ? വെട്ടിപ്പുഴുങ്ങനെ വെട്ടി ചെത്തി പുഴുങ്ങിയിട്ട് കാന്താരി മുളക് ഇട്ട് ഉള്ളിയിട്ട് പിള്ളേർക്ക് പെട്ടെന്ന് കൂടെ കഴിക്കട്ടെ. കപ്പ എങ്ങനെയുണ്ട്? നല്ലതുണ്ട്. 5 കിലോ വാങ്ങിയാൽ നോക്കിയാണ്. അപ്പൊ എല്ലാരും നല്ലതായാണ് വാങ്ങിച്ചോണ്ട് പെട്ടെന്ന് പുഴുങ്ങ. ഒടിച്ചിട്ട് തരാം പെട്ടെന്ന്. ഈ മോളെ അത് വിട്, അതൊക്കെ പോട്ടെ. എന്റെ അച്ഛൻ അങ്ങനെ വിടുന്ന എങ്ങനെയാ? ഇന്നലെ കൂടി ഇവിടെ ഉണ്ടായിരുന്ന ടെഡി ബെയറാ, ഇപ്പൊ എവിടെ പോയി എനിക്കറിയണം. പിന്നെ കവന്നോടെ നോക്ക്. കേശു, അലീന, ശിവ ബാ കപ്പ കഴിക്കാം. അവിച്ച് കപ്പയെ നെട്ടിട്ട് അപ്പയെന്ന് ചാടി വീഴുന്നില്ല. അലീന കപ്പ ഇഷ്ടമാണോ? കപ്പ ഇഷ്ടമാണോ മോക്ക്? പിന്നെ എന്റെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടം. ആണോ? മുളക് ചമ്മന്തിയാ? എരിവ് ഇഷ്ടമാണോ? എന്റെ ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കപ്പയും മുളകും കോമ്പിനേഷൻ വേൾഡ് വൈഡാണ്. അങ്ങനെ വേണമെങ്കിൽ എടുത്ത് കഴിക്കടാ. പാവം ചമ്മി പോയി. മക്കളാ ശിവ, എഴുതിന്റെ ടെഡി ബെയർ കണ്ടില്ലേ? ഇല്ല, ഞാൻ എവിടൊക്കെ തപ്പിന്നറിയോ അച്ഛന്. ഫോൺ ഇറങ്ങിയാണ്, ഇട് മോളെ കഴിക്കേ വേണ്ടേ? അലീനയുടെ മമ്മിയാ. അരെ അലീനയുടെ മമ്മി. ഹലോ അലീന. അലീനയോട് ഇരുന്ന് കപ്പ കഴിക്കുക, കുഴപ്പമൊന്നുമില്ല, സ്മാർട്ടായിട്ട് ഇരിപ്പുണ്ട്. എവിടെ ഹോസ്പിറ്റലാണോ? ആണോ? ഇറങ്ങാൻ വൈകോ? ടെൻഷൻ അടിക്കണ്ട, വിളിച്ചാൽ മതി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ. ശരി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുമെന്ന്. വൈകാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? എപ്പോഴാണ് വരട്ടെ? മക്കളോട് ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. ശിവ വേണമെങ്കിൽ ഇത് കഴിക്കില്ലെങ്കിൽ കേശു മൊത്തം തീർക്കുവേ. ചുമ്മാ അങ്ങനെ പറയല. ഈ കേശുവിന് തീറ്റയുടെ ആക്രാന്തം ഉണ്ടെന്നേ.
അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവളെ മുമ്പ് വെച്ച് പറയാം നമുക്ക് പിന്നെ നാണക്കേടാണ്. അച്ഛാ ഇല്ലടേ മോളെ കഴിക്കും. ശിവനാ ഉപ്പും മുളകും co-powered by Q Developers and 24news.com. പക്ഷെ എനിക്ക് ആ പാട്ട് ഇഷ്ടം. ഏത് പാട്ടായിരുന്നു? മധുരമ്മ. മധുരയ്ക്ക് ഓർമ്മോളെ അതന്നെ ഒന്ന് പാടോ പ്ലീസ്. സിമ്പിൾ അല്ലേ? ഇപ്പൊ പാട്. മധുരയ്ക്കും ഓർമ്മകളെ മഴമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. എന്റെ ചെക്ക, ഈ പാട്ടിനി നീ ഇവിടെ പാടിയാ ഞാനത് ഞാൻ മാമജോടി പോയിരിക്കും നോക്കൂ. എന്താ ചേച്ചി നല്ല പാട്ടല്ലേ? ആന്റി ആന്റി എന്ന് എന്റെ അമ്മനെ വിളിക്കാം. അമ്മനെ കഴിഞ്ഞിട്ട് ടെൻഷനായാ? അല്ല അമ്മ അമ്മനെ എന്ത് അമ്മേനെ കണ്ടില്ലല്ലേ ഇതുവരെ. അമ്മ എപ്പോ വരുമെന്ന് അറിയാനാ? ആ അതാണ്. ആ ഫോൺ എടുത്ത് വിളി, അവള് സംസാരിക്കട്ടെ. ഫോൺ എന്റെ കയ്യിലുണ്ട്. വഴി കൊണ്ട് കിടക്കണല്ലേ ഫോണ്. സുഷമ്മ വിളിക്കും. ടെഡി പേര്. ആ ലീന എവിടെ? ഹോസ്പിറ്റലിൽ തന്നെയാ? അല്ല എന്താണ് അവിടെ വീട്ടിലാരുണ്ടപ്പോ? മോളുടെ ഡാഡി ഉണ്ടോ? ഇല്ല അല്ലേ? അല്ല ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് വൈകൂലേ? അപ്പോൾ മോളെയും കൊണ്ട് അങ്ങോട്ട് വന്നാലോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട്? അല്ല ഞാനല്ല, ശിവൻ്റെ അച്ഛൻ കൊണ്ടുവരും. ഏയ് പുള്ളിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ആ ഓ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്നാ. ഒരു 1 hour. ശരി കൊണ്ടാക്കോ? പിന്നെ ഞാൻ കൊണ്ടാക്കാം. എന്താ നോക്കുന്നടി? ടെഡി പേരല്ലേ? അലീനെ പോവാൻ പോകുന്നു. അപ്പഴാണ് ചെടി വീർ. നമ്മളെ പോവാ. അവിടെ നോക്ക്. വാ മോളെ വാ. ആ ടിവിക്കകത്തൊക്കെ നോക്കൂ, ചിലപ്പോ അവിടെ കാണും. നീ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടാ. ശരി. അനി പൊക്കട്ടെ ചേച്ചി. ബൈ മോളെ, പോയിട്ട് വാ. വിഷ്ണു ചേട്ടനെയും കണ്ടില്ല, വിഷ്ണു ചേട്ടന്റെ ഡാൻസും കണ്ടില്ല. വിഷ്ണു ചേട്ടൻ ഡാൻസ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം കേട്ടാ. അയ്യോ ക്യാഷ് അവിടെ. കേശു കേശുവേ എന്താ വാ വാ വാടാ. വീട്ടിലെല്ലാരും അന്വേഷിച്ചെന്ന് പറഞ്ഞു കേട്ടോ. ആന്റി എവിടെയാ നീ? വാടകയോട് അലീന ഇന്നാ കുറിച്ചോ എന്റെ ഒരു സമ്മാനം. താങ്ക്സ്. വെൽക്കം. തുറന്നു നോക്കരുത് കേട്ടാ. ഓക്കെ. എടാ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴേ ഗിഫ്റ്റ് പേപ്പറിലുണ്ടേ കൊടുക്കാൻ. ചേച്ചി ഗിഫ്റ്റ് പേപ്പർ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടോ? ശരി ബൈ. ദുഷ്ടോ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് എന്റെ ടെഡ്ഡി ബെയർ നിങ്ങൾക്ക് കിട്ടേ? ഇഷ്ടപ്പെട്ടാ? എന്തോരം സമയം ഇവിടെ തപ്പേ നടന്നു. എനിക്ക് എന്തെങ്കിലും മനസാക്ഷി ഉണ്ടോടാ? അലീന ഇങ്ങോട്ട് വരാൻ പോയപ്പോ നിങ്ങളെല്ലാം കൂടെ മുടക്കിയില്ലേ? അന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു പണി തരണമെന്ന്. ഇങ്ങനെയാണ് വരണ്ടേ? അന്ന് എത്രമാത്രം വിഷമം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നിനക്കറിയാവാ? ചതിയോ നിനക്ക് ഞാൻ ഇപ്പൊ തന്നു. അവൾക്കുള്ളത് ഞാൻ സ്കൂളിൽ വെച്ച് കൊടുത്തോളാം. അവളെ വല്ലോ നീ സ്കൂളിൽ വെച്ച് തൊട്ടാ ഞാൻ കൊല്ലും. കൊല്ലടെ കൊല്ലേ. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർക്കും. എന്നിട്ട് ഞങ്ങൾ അടിക്കാൻ നീ ആര്?